കടുത്ത ചൂടിൽ ചൂടേറിയ രാഷ്ട്രീയ പ്രചാരണത്തിലാണ് കോഴിക്കോട്ടെ UDF സ്ഥാനാർത്ഥി MK രാഘവൻ. ഇന്നിപ്പോൾ വലിയ തരത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത് സുൽത്താൻ ബത്തേരിയുമായി ബന്ധപ്പെട്ട പേരുമാറ്റവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. എന്താണ് അത് അത്തരത്തിലൊരു ചർച്ചയിലേക്ക് പോകാനുള്ള കാരണം? എനിക്കൊന്ന് പ്രത്യേകിച്ച് ഈ ഒരു സന്ദർഭത്തിൽ അത്തരം ഒരു ചർച്ചയ്ക്ക് യാതൊരു പ്രസക്തിയുമില്ല. സത്യം അതാണ്. ഈ ആവശ്യമില്ലാതെ എടുത്തിടുന്ന ചർച്ചയാണത്. അതുകൊണ്ട് ഒരു നേട്ടവും ആർക്കും ഉണ്ടാവേണ്ടി പോകുന്നില്ല. രാഷ്ട്രീയ അല്ലെങ്കിൽ ഒരു സാമുദായിക ധ്രുവീകരണത്തിലാണോ ലക്ഷ്യം വയ്ക്കുന്നത്? ഒരിക്കലും ഞാൻ പറഞ്ഞല്ലോ, ഈ ചർച്ച ആ പേരുമായി ബന്ധപ്പെട്ട ചർച്ച തന്നെ അസ്ഥാനത്താണ്. ആ ചർച്ച ഒരിക്കലും നടത്താൻ പാടുള്ള ചർച്ചയാണ്. ആവശ്യമില്ലാതെ ധ്രുവീകരണം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. അതൊന്നും ഒരിക്കലും അംഗീകരിക്കാനും കഴിയില്ല. അധികാരത്തിലെത്തിക്കഴിഞ്ഞാൽ ആവശ്യമായ നിയമനിർമ്മാണം അടക്കം നടത്തിക്കൊണ്ട് പേരുമാറ്റം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകുമെന്നാണ് മറുപക്ഷം പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇത് വളരെ ബോധപൂർവം സാമുദായിക ധ്രുവീകരണം ഉണ്ടാക്കാൻ വേണ്ടി, അതിലൂടെ ലാഭം കൊയ്യാൻ വേണ്ടി ഒരു വിഭാഗം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊന്നും ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. അത് കോഴിക്കോട്ടെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ എങ്ങനെ സ്വാധീനിക്കും? ഒന്നും ബാധിക്കില്ല. എന്ത് ബാധിക്കാനാണ്? അത് ഒന്നും ബാധിക്കില്ല. ഈ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി ശശി തരൂർ താങ്കളുടെ ഒരു സുഹൃത്തു കൂടിയാണ്. അദ്ദേഹം പറയുന്നത് ഈ വർഷത്തോടു കൂടി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിൽക്കുമെന്നുള്ളതാണ്. എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളത്? അത് ഓരോരാളുടെ തീരുമാനമല്ലേ, പിന്നെ പാർട്ടി ഹൈക്കമാൻഡിൻ്റെ തീരുമാനമാണ്. ഒറ്റക്കൂടി തീരുമാനം എടുക്കാൻ ആർക്കും അധികാരമില്ല. നമ്മൾ മത്സരിക്കുന്ന പാർട്ടി നിർദ്ദേശിക്കപ്പെട്ടിട്ടാണ്. പാർട്ടിയാണ് തീരുമാനത്തിൻ്റെ അവസാന വാക്ക്, പാർട്ടിയാണ്. ഒരു പക്ഷേ കോഴിക്കോട്ടായിരിക്കും ആദ്യം തന്നെ ഒരു സാമുദായിക ധ്രുവീകരണത്തിലുള്ള ലക്ഷ്യങ്ങളൊക്കെ ശ്രമങ്ങളൊക്കെ നടന്നത്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അല്ല, അതെല്ലാം പൊളിഞ്ഞ് പാളീസായില്ലേ. മാർക്സിസ്റ്റ് പാർട്ടി നല്ല ശ്രമം നടത്തി. സാമുദായിക ധ്രുവീകരണത്തിന് വേണ്ടി വീടുകളിൽ മതന്യൂനപക്ഷങ്ങളുടെ വീടുകളിൽ പോയി ഉപയോഗിച്ച ഭാഷ നമുക്ക് നന്നായിട്ട് അറിയാം. അതെല്ലാം ജനങ്ങൾ തള്ളിക്കളഞ്ഞു. കോഴിക്കോട് ജനങ്ങൾ അങ്ങനല്ല. ഇവരിൽ വലിയ മഹിതമായ പാരമ്പര്യമുള്ള പ്രദേശമാണ് കോഴിക്കോട്. സാമൂതിയുടെ പാരമ്പര്യമുണ്ട്. അതുകൊണ്ട് കോഴിക്കോട് ആ പരിപ്പ് വേവില്ല, സംശയം വേണ്ട. മാർക്സിസ്റ്റ് പാർട്ടി എങ്ങനെ വോട്ട് പിടിക്കാൻ വേണ്ടി എത്ര ഹീനമായ മാർഗം ഉപയോഗിച്ചാലും കോഴിക്കോട് ജനങ്ങൾ തള്ളിക്കളിയും. ജൂൺ 4 കാണാം. വളരെ നന്ദി. എത്തരത്തിലുള്ള സാമുദായിക ധ്രുവീകരണം ലക്ഷ്യം വെച്ച് കൊണ്ടുള്ള പ്രചാരണ പ്രവർത്തനം നടന്നാലും കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ ആ പരിപ്പൊന്നും വേവില്ല എന്നാണ് MK രാഘവൻ ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തത്. കോഴിക്കോട് നിന്നും മിജേഷ് അമ്പാടിക്കൊപ്പം റിപ്പോർട്ടർ AK അഭിലാഷ്, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.